ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വാലറ്റാണ്. അൽബിലാദ് ബാങ്കിൻ്റെ വാലറ്റായ ഇൻജാസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. മൊബൈൽ വാലറ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ ബെനിഫിഷ്യറി എങ്ങനെ ആഡ് ചെയ്യാം എന്നീ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഇൻജാസ് വാലറ്റ് ഓപ്പൺ ആക്കുക. അതിൽ മുകളിൽ കാണാൻ സാധിക്കും ക്വിക്ക് ട്രാൻസ്ഫർ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇൻജാസ് വാലറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് 4 അക്ക വെരിഫിക്കേഷൻ കോഡ് വരും. നിങ്ങൾക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് ലോഗിൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. എൻ്റെ വാലറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ടാപ്പ് ടു ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത ബെനിഫിഷ്യറിയൊക്കെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഏത് ബാങ്കിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിതുപോലൊരു ബോക്സ് ഓപ്പണായി വരും. ഏറ്റവും മുകളിലായി എമൗണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ 900 റിയാൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സൗദി റിയലായിട്ടും ഇന്ത്യൻ റുപ്പിയായിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായി പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ടാണോ, സേവിങ്സ് ആണോ, എഡ്യൂക്കേഷനാണോ, ഏത് പർപ്പസിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു പർപ്പസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതുപോലെ പുതിയൊരു പോപ്പപ്പ് ഓപ്പനായി വരും. അൽബിലാദുമായിട്ട് ഡയറക്റ്റ് കണക്ഷനുള്ള ബാങ്കല്ല, അതുകൊണ്ട് ചെറിയൊരു ഫീസ് ഈടാക്കുമെന്നാണ് ഇതിൽ ഈ ഒരു മെസ്സേജിൽ പറയുന്നത്. എനിക്ക് അയച്ചപ്പോൾ ഫീസായിട്ട് ഈടാക്കിയത് 10 രൂപയാണ് ഫീസായിട്ട് ഈടാക്കിയത്. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഒറ്റ പേജിലായി വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, അയക്കുന്ന എമൗണ്ട്, അതുപോലെ നമുക്ക് നാട്ടിലെ അക്കൗണ്ടിൽ എത്ര എമൗണ്ടാണ് ക്രെഡിറ്റ് ആവുന്നത്, അതെല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം ഒന്ന് വായിച്ച് നോക്കി കൺഫേം ചെയ്യാനായി ഏറ്റവും താഴെയായിട്ട് ഒരു റൗണ്ടിൻ്റെ ഐക്കൺ കാണാം. അത് വലതുവശത്തേക്ക് സ്വൈപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 914 റിയാലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് ഏത് മത കാർഡ് ഉപയോഗിച്ചും നിങ്ങൾക്ക് മണി ഇതിലേക്ക് ആഡ് ചെയ്യാം. 900 റിയാൽ നമ്മൾ അയക്കുന്ന എമൗണ്ടും 14 റിയാൽ സർവീസ് ചാർജുമാണ്. അതിന് തൊട്ട് താഴെയായിട്ട് കാർഡ് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്പയറി മന്ത്, എക്സ്പയറി ഇയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം കാർഡ് ഹോൾഡറുടെ നെയിം, കാർഡിൽ ഉള്ള പേരെന്താണോ ആ ഒരു പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കാർഡിൻ്റെ CVV നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്നുകൂടി വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. അതെല്ലാം ഒന്ന് വായിച്ച് നോക്കി വീണ്ടും പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ബാങ്കിൻ്റെ കാർഡാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു ബാങ്കിൽ നിന്ന് നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. ആ വെരിഫിക്കേഷൻ കോഡ് ഈ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയം നിങ്ങൾ റീഫ്രഷ് ചെയ്യുകയോ ബാക്ക് പേജിലേക്ക് പോവുകയോ ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ മണി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അക്കൗണ്ട് നമ്പർ, അതുപോലെ എമൗണ്ട് എല്ലാം കാണാൻ സാധിക്കും. ഇൻജാസ് മൊബൈൽ ആപ്ലിക്കേഷൻ ആക്ടിവേഷൻ ചെയ്യുന്നതും ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതും വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.